നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലാണ് കേട്ടോ അത്, കഥകളതി സാഗരം. എല്ലാവരും ഈ ചാനലിലൂടെ കഥകൾ കേൾക്കും. എനിക്കതേ പറയാനുണ്ട്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു തക്ഷകൻ എന്ന് പറയുന്ന ഒരു സർപ്പമുണ്ട്. തക്ഷക രാജ്യം. വാസ്തവത്തിൽ ഈ കദ്രു എന്ന് പറയുന്ന സർപ്പമാതാവ് ഒരു തവണ 8 പുത്രന്മാരെ പ്രസവിച്ചു. അതിൽ ഉള്ള ഒരാളാണ്, അതായത് അനന്തൻ എന്ന സർപ്പം, വാസുകി, തക്ഷകൻ, അഗ്നിവർണ്ണൻ, അങ്ങനെ വേറെ പല സർപ്പങ്ങളുമുണ്ട്. അതിൽ ഈ തക്ഷകൻ എല്ലാ സർപ്പങ്ങൾക്കും അസാമാന്യ വിഷമാണ് കേട്ടോ. അങ്ങനെ 1000 സർപ്പങ്ങളെ പ്രസവിച്ച അമ്മയാണ് കദ്രു. ഒരു ദശപ്രജാപതിയുടെ മകളാണ്, കശ്യപ പ്രജാപതിയുടെ ഭാര്യയുമാണ്. അങ്ങനെ ഈ സർപ്പരാജാവ് തക്ഷകൻ ഇങ്ങനെ പല പല പ്രവർത്തികളിൽ ഏർപ്പെട്ടങ്ങനെ നടന്നുകൊണ്ടിരിക്കെ അവിടെ അടുത്തൊരു ആശ്രമത്തിലുണ്ട്. ആശ്രമത്തിൽ വേദൻ എന്ന് പറയുന്നൊരു മഹാമുനിയുണ്ട്. മഹാപണ്ഡിതനാണ്. ശിഷ്യന്മാരെയൊക്കെ നല്ല അസലായിട്ട് പഠിപ്പിക്കും. വളരെ ഞാൻ അവിടുത്തെ ഗുരുകുല വിദ്യാഭ്യാസം അവിടെ താമസിച്ച് പഠിക്കണം. ആ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുവിന് ദക്ഷിണ കൊടുത്ത് അവർക്ക് അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകാം. അതാണ് പണ്ട് കാലത്തെ ഗുരുകുല വിദ്യാഭ്യാസ രീതി. അങ്ങനെ വേദൻ എന്ന് പറയുന്ന മഹർഷിയുടെ അടുത്ത് ഗുരുകുല വിദ്യാഭ്യാസത്തിന് ചെന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു, ഒരു ശിഷ്യനായിരുന്നു ഉത്തങ്കൻ. ഉത്തങ്കൻ അവിടെ നല്ലതുപോലെ പഠിച്ചു. വേദ മഹർഷിക്ക് ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു ഉത്തങ്കൻ. അപ്പോൾ ഈ ഉത്തങ്കൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു എനിക്ക് ഭവനത്തിലേക്ക് തിരിച്ചു പോയാൽ കൊള്ളാമെന്നുണ്ടല്ലോ എന്ന് മഹർഷി പറഞ്ഞു. അതിനെന്താ? വേദമഹർഷി പറഞ്ഞു, എനിക്കുള്ള ദക്ഷിണ, ഗുരുദക്ഷിണ തന്നിട്ട് പോയിക്കോളൂ. അപ്പോൾ വളരെ വിനയത്തോടെ ഉത്തങ്കൻ ചോദിച്ചു, ഞാൻ എന്താവോ മഹർഷി, മഹാഗുരു അങ്ങേക്ക് തരേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അടുത്ത് പൗഷ്യം എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ആ കുറച്ച് അകലാണ് അവിടുന്ന്, ഗുരുകുലത്തിൻ്റെ അവിടുന്ന് ഒരുപാട് ദൂരെയാണ് ആ രാജ്യം. പേര് കേട്ട രാജ്യം, അതായത് ഇന്നത്തെ കാലത്തെ പഞ്ചാബോ മറ്റുമാണ്. ആ പൗഷ്യ രാജ്യത്ത് നല്ല സമ്പന്നമായ രാജ്യമാണ്. അവിടുത്തെ പട്ടമഹിഷിയാണെങ്കിൽ അതീവ സുന്ദരിയാണ്. പേര് കേട്ട ആ മഹാരാജ്ഞിയുടെ സൗന്ദര്യത്തിൻ്റെ പുറകിൽ ഉള്ള ഒരു രഹസ്യം തന്നെ അവരുടെ കാതിൽ കിടക്കുന്ന 2 കുണ്ടലങ്ങളാണ്. അത് വിവാഹ സമയത്ത് അവരുടെ അച്ഛൻ അവർക്ക് മകൾക്ക് കൊടുത്തതാണ്. ആ പൗഷ്യരാജ്യത്തിലെ മഹാറാണിയുടെ കുണ്ടലങ്ങൾ അത് കാണാൻ വേണ്ടി തന്നെ ധാരാളം പേര് പോകും. രാജ്ഞി കുറേ സമയമൊക്കെ മട്ടുപോൽ വന്നിരിക്കുന്ന പറയണേ ഈ കുണ്ടലം കഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും ശോഭയും അത് വർണ്ണിക്കാൻ പറ്റില്ല, കാണാൻ തന്നെ എന്നുണ്ടാവും ഒരുപാട് ജനങ്ങൾ. അപ്പോൾ ഈ ഉത്തങ്കൻ എന്താണ് വേണ്ടത് ഗുരുദക്ഷിണ എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു തന്നോ, പൗഷ്യരാജ്യത്തിലെ മഹാറാണിയുടെ കാതിൽ 2 കുണ്ടലങ്ങളുണ്ട്, വിശിഷ്ടമായ 2 കുണ്ടലങ്ങൾ, അത് വേണം ഗുരുദക്ഷിണയായിട്ട് തരേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉത്തങ്കൻ സമ്മതിച്ചു, വേഗം പോയി പൗഷ്യരാജ്യത്ത് ചെന്നു. രാജഭടന്മാരോട് രാജാവിനെ കാണാനാണ് എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്നു, രാജകൊട്ടാരത്തിൽ ചെന്നു. രാജാവിനെ വന്ദിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ വേദമഹർഷിയുടെ ശിഷ്യനാണ്. അദ്ദേഹം എന്നോട് ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടത് പൗഷ്യരാജ്യത്തിലെ ഈ രാജ്യത്തിലെ പട്ടമഹിഷിയുടെ മഹാരാജ്ഞിയുടെ കാതിലുള്ള 2 കുണ്ടലങ്ങളാണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ മഹാരാജാവ് രാജഭടന്മാരെ വിട്ട് രാജ്ഞിയെ വിളിപ്പിച്ചു. ഉത്തങ്കനും രാജ്ഞിയായപ്പോൾ ഉത്തങ്കൻ ഈ അപേക്ഷ രാജ്ഞിയോട് പറഞ്ഞു. അവിടുത്തെ കാതിൽ കിടക്കുന്ന 2 കുണ്ടലങ്ങളാണ് എന്നോട് ഗുരുദക്ഷിണയായിട്ട് കൊടുക്കാൻ അങ്ങോട്ട് കൊണ്ടു ചെല്ലാൻ പറഞ്ഞേക്കണേ. എൻ്റെ ഗുരു വേദമഹർഷിയാണ് എന്ന് പറഞ്ഞു. പട്ടമഹിഷി ഇത്തിരി നേരം ആലോചിച്ച് കഴിഞ്ഞിട്ട് ഒട്ടും മടിക്കാതെ ഉണ്ട് ആ 2 കുണ്ടലങ്ങളും ഉത്തങ്കനെ എടുത്തു. ഉത്തങ്കന് വളരെ സന്തോഷമായി. തൻ്റെ ഗുരു ആഗ്രഹിച്ച ഗുരുദക്ഷിണ തന്നെ കൊടുക്കാമല്ലോ. ഒരു വിഷമമില്ലാണ്ട് റാണി അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് പോന്നു. പോരണ വഴിക്ക് ഒരു കുളം കണ്ട് അദ്ദേഹത്തിന് ആകെ ക്ഷീണം തോന്നി. അദ്ദേഹം എന്ത് ചെയ്തു, ഈ കുണ്ടലങ്ങൾ 2 പൊതിഞ്ഞൊരു തുണിയിൽ പൊതിഞ്ഞ് കരയ്ക്കാൻ വെച്ച് കഴിഞ്ഞിട്ടൊന്ന് കുളിക്കാനിറങ്ങി. ഇത് കണ്ടത് തക്ഷകൻ എന്ന സർപ്പം കണ്ടു. ഉടൻ തന്നെ അദ്ദേഹം വന്ന് ഒരു സന്യാസിയുടെ രൂപത്തിൽ വന്ന് ഈ കുണ്ടലങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് ഓടിപ്പോയി. ഉത്തങ്കൻ പിന്നാലെ ഓടി ഒരുപാട് ദൂരം പോയി. ഉത്തങ്കൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഈ സന്യാസി പെട്ടെന്നൊരു സർപ്പമായി മാറി. അതിഭീകരനായ ഒരു സർപ്പം വിഷം ചെല്ലുന്നു. ഉത്തങ്കൻ അങ്ങനെ പേടിച്ചു പോയി, പരിഭ്രമിച്ചു പോയി. അയ്യോ, ഈ മഹർഷി ഇതുവരെ വന്ന മഹർഷി സർപ്പമായിരുന്നു എന്ന് പറയല്ല. ഒരു മാളത്തിലേക്ക് സർപ്പം ഈ കുണ്ടലങ്ങളും കൊണ്ടങ്ങോട്ട് പോയി.
ഇഴഞ്ഞുപോയി. ഉത്തങ്കന് എന്ത് ചെയ്യാൻ പറ്റും? പോവാൻ പറ്റുമോ? സർപ്പം പോയ പോലെ മാളത്തിനകത്തേക്ക് പോകാൻ പറ്റും? ഉത്തങ്കൻ അവിടെ നിന്ന് മഹർഷിയെ തന്നെ വിചാരിച്ചു, എൻ്റെ മഹാഗുരു, ഞാൻ അങ്ങ് പറഞ്ഞത് ചോദിച്ചതാ ഇവിടം വരെ എത്തിക്കില്ല. അപ്പോൾ ഉടൻ തന്നെ വേദമഹർഷിയുമായിട്ട് വളരെ സൗഹൃദമുണ്ട് ദേവേന്ദ്രൻ്റെ. ദേവേന്ദ്രൻ അവിടേക്ക് വന്നു. വജ്രായുധം ഉപയോഗിച്ച് ആ മാളം അങ്ങോട്ട് തുറന്ന് അതിലെ പാതാള ലോകം വരെയുള്ളൊരു വഴി അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു. ആ വഴിയിലൂടെ ഉത്തങ്ക പാതാളത്തിലേക്ക് പോയി. അവിടെയൊന്നും ചെന്ന് കണ്ടപ്പോൾ ഒരു സർപ്പത്തിനെയും കണ്ടില്ല, മഹർഷിയും കണ്ടില്ല, ഒരാളെയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. ആകെ കൂടി അവിടെ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? ഒരു ചക്രം. ആ ചക്രം 6 കുമാരന്മാർ, ഒരു ഓമനത്തും തോന്നുന്ന 6 കുമാരന്മാരായിട്ടുള്ള 10-12 വയസ്സുള്ള കുട്ടികൾ ഇതിങ്ങനെ പിടിച്ച് തിരിക്കുന്നു. ആ ചക്രത്തിന് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴെന്താണ്, 12 ആരക്കാലുകളുണ്ട് ആ ചക്രത്തിൽ. അത് കഴിഞ്ഞിട്ട് ഈ ചക്രം തിരിക്കണത് എന്താണെന്ന് വെച്ചാൽ അതോടൊപ്പം തിരിയണ മറ്റൊരു യന്ത്രമുണ്ട്. ഒരു യന്ത്രം തിരിക്കാനാണ്. ആ യന്ത്രത്തിൽ നോക്കിയപ്പോൾ അവിടെ 2 സ്ത്രീകൾ. അതിൽ ആ സ്ത്രീകൾ, ഒരു സ്ത്രീ എന്ത് ചെയ്യും, ഒരു കറുത്ത നൂല് അങ്ങോട്ട് തട്ടും. അപ്പോൾ തുണി നെയ്യവിടെ. അപ്പോൾ അവിടെ നിൽക്കുന്ന സ്ത്രീ വെളുത്ത നൂല് ഇങ്ങോട്ടിടും. ഇങ്ങനെ കറുത്ത നൂലും വെളുത്ത നൂലും കറുത്ത നൂലും വെളുത്ത നൂലും ഉപയോഗിച്ച് അവർ വസ്ത്രം നെയ്യാണ്. ഓ, ഇതെന്തൊരു കാഴ്ച എന്ന് വിചാരിച്ചു. അങ്ങനെ ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെന്താ സംഭവിച്ചതെന്ന് വിചാരിച്ചാൽ, വേഗം തന്നെ ഒരു ഈ കുതിരക്കാരനും അവിടെ വന്നു. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നിൽക്കുന്നു. ഉടൻ തന്നെ ആ കുതിരക്കാരനോട് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ ഇന്ന കാര്യമായിട്ട് ഇവിടെ വന്നതാണ്. പാതാള ലോകത്ത് എത്തിയിട്ട് ഇപ്പോൾ കുണ്ടലോ ഇല്ല, സർപ്പത്തിനെയും കാണാനില്ല, ഒന്നുമില്ല. എവിടെയെങ്കിലും ആണോ സർപ്പലോകം? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുതിരക്കാരൻ പറഞ്ഞു, ഈ നിൽക്കുന്ന കുതിരയുണ്ടല്ലോ, ആ കുതിരയുടെ മലദ്വാരത്തിലൂടെ നീ ഒന്ന് ഊതാമോ എന്ന് ചോദിച്ചു. കേട്ട വഴിക്ക് ഉത്തങ്കനം കടാക്കെ കഷറപ്പാ തോന്നി. മലദ്വാരത്തിലൂടെ ഊതുവേ ഈ കുതിരയുടെ. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ ആലോചിച്ചപ്പോൾ തോന്നി, അല്ല, എനിക്ക് കുണ്ടലങ്ങൾ കിട്ടണ്ടേ, എനിക്ക് ഗുരുദക്ഷിണ കൊടുത്ത് വീട്ടിൽ പോകണ്ടേ, എൻ്റെ ഗുരുവിനെ കാത്തിരിക്കുകയല്ലേ. ഉടനെ ഒട്ടും പഠിച്ചില്ല, മനസ്സോടെയാണെങ്കിലും ആ ഈ കുതിരക്കാരൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആ കുതിരയുടെ ഗുദത്തിലൂടെ ഒരൊറ്റ ഊത്തങ്ങൾ ഊതി. ഉത്തങ്കൻ കണ്ണടച്ചങ്ങോട്ട് ഊറ്റിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം, ആ കുതിരയുടെ കണ്ണിലൂടെ, ചെവിയിലൂടെ, വായിലൂടെ, എല്ലാ ദ്വാരങ്ങളിലൂടെ, മൂത്രദ്വാരത്തിലൂടെ, ഈ ഊതിയ മലദ്വാരത്തിലൂടെ ഒക്കെ അഗ്നിനാളങ്ങൾ ഇങ്ങനെ പുറത്തു വരിക. തീ കത്തുക, അട്ടുക നിർത്തില്ല. കുതിരക്കാരങ്ങൾ മാറിയിരുന്നു, അതുപോലെ ഉത്തങ്കരും മാറിയിരുന്നു. കുതിരയുടെ ആ അഗ്നിനാളങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ട് ആ അഗ്നി മുഴുവൻ ചെന്നത് ആ ലോകത്തെ, പാതാള ലോകത്തെ, നാഗലോകത്തേക്ക് അങ്ങോട്ട് ചെന്നു. നാഗലോകത്ത് തീ ചെന്നപ്പോൾ എന്താ ചൊട്ടുപഴുത്തില്ല അവിടെ. സർപ്പങ്ങൾക്കാർക്ക് അവിടെ ഇരിക്കപ്പുറതിയില്ലാണ്ടായി. തക്ഷകനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. തക്ഷകൻ അവിടെ ഇരിക്കാനൊരു നിവൃത്തിയില്ലാണ്ട് തക്ഷകന് അവിടെ വന്ന് അന്വേഷിച്ച് നോക്കി, ഇതെന്താ അതെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഉത്തങ്കൻ കുണ്ടലങ്ങൾ തേടി ഇവിടം വരെ എത്തി. ദേവേന്ദ്രൻ്റെ സഹായമുണ്ട്. എന്നിട്ട് ഇവിടെ വരെ എത്തി. ഈ കുണ്ടലങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാണ്ട് ഈ ഉത്തങ്കം പോവില്ല എന്ന് കരുതിയിട്ട് അയാൾ, എന്തായാലും ഈ ചൂട് പണിക്കണത് നിന്നില്ലെങ്കിൽ നാഗലോകത്ത് ഒരു നാഗങ്ങൾക്ക് ജീവിക്കാനും പറ്റില്ല. അപ്പോൾ ഉടൻ തന്നെ തക്ഷകനോട് മറ്റുള്ളവർ പറഞ്ഞു, താൻ കുണ്ടലം കൊണ്ടുപോയി കൊടുക്കുക, അല്ലാണ്ട് ഈ തീ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാഗലോകത്തൊന്നും ഇരിക്കാൻ പറ്റില്ല. താൻ കുണ്ടലം കൊണ്ട് ഇങ്ങോട്ട് പോകുന്നതുകൊണ്ടാണ് ഇപ്പം ഈ വക ദുരിതം ഉണ്ടായത് തന്നെ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ തക്ഷകൻ കുണ്ടലങ്ങൾ കൊണ്ട് ഉത്തങ്കന് കൊടുത്തു. ഉത്തങ്കൻ പുറത്തേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഞാൻ ഗുരുവിൻ്റെ അടുത്തേക്ക് പോകണേ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ അവിടെ ആ കുതിരയുടെ സഹായം ദേവേന്ദ്രൻ കുതിരയെ അവന് നൽകി. ആ ഉത്തങ്കൻ അതിൽ കയറി വേഗം കുതിരയെ പായിച്ചുകൊണ്ട് പോയി ഗുരുവിൻ്റെ മുന്നിൽ ചെന്ന് ദക്ഷിണയായിട്ട് പൗഷ്യരാജ്യത്തിലെ മഹാറാണിയുടെ
കുണ്ടലങ്ങൾ, വിശിഷ്ടമായ കുണ്ടലങ്ങൾ കൊണ്ടുപോയി ഗുരുദക്ഷിണയായിട്ട് കൊടുക്കുകയും ചെയ്തു. ഗുരു അനുഗ്രഹിക്കുകയും ചെയ്തു. ഉത്തങ്കൻ വളരെ സന്തോഷവാനായിട്ട്. പക്ഷെ ഉത്തങ്കൻ ഒരു കാര്യം ചോദിച്ചു. ഞാൻ അവിടെ തക്ഷകനൊന്നും കണ്ടില്ല. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ചക്രം തിരിക്കുന്നുണ്ടായിരുന്നു. 12 ആരക്കാലുകളുള്ള ഒരു ചക്രം ഇങ്ങനെ തിരിക്കണ്ടായിരുന്നു. അത് 6 കുട്ടികൾ, 6 കുമാരന്മാർ, ആൺകുട്ടികൾ. എന്നിട്ട് ആ ചക്രം തിരിയണതിൻ്റെ ശക്തി കൊണ്ട് അപ്പുറത്തൊരു യന്ത്രം ഉണ്ട്. ആ യന്ത്രത്തിൽ 2 സ്ത്രീകൾ അപ്പുറേ പറയുന്നുണ്ട്. അവിടെ ഒരു കറുത്ത സ്ത്രീ ഇങ്ങോട്ടുള്ള നൂലിന് പായിക്കും. ഇവിടെ വരുന്നൊരു വെളുത്ത നൂലുള്ളൊരു നൂലിനെ ഇവിടെ നിൽക്കുന്ന സ്ത്രീ അങ്ങോട്ട് പായിക്കും. അവർ 2 പേരും കൂടി ഒരു വസ്ത്രം നെയ്യുകയാണ്. ഇത് കൂടാതെ കൊണ്ട് എനിക്ക് പിന്നെ അവിടെ എന്താ ചെയ്യേണ്ടത്? ഞാൻ അവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് വിചാരിക്കുമ്പോൾ ഒരു കുതിരയും കുതിരക്കാരനെയും കണ്ടു. ആ കുതിരക്കാരനും കുതിരയൊക്കെ ആരെന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നെ സഹായിച്ചു. ഒരു കണക്കിന് കുണ്ടലങ്ങൾ കിട്ടി. ഞങ്ങൾ വരികയും ചെയ്തു. അപ്പം ഗുരു പറഞ്ഞു, ഞാൻ വിശദീകരിക്കാം അതിനെ പറ്റിയിട്ട് എന്ന് പറഞ്ഞു. ആ ചക്രം എന്ന് പറയുന്നത് കാലമാണ്. 12 ആരക്കാലുകൾ മാസങ്ങളാണ്. അത് പിടിച്ച് തിരിച്ചുകൊണ്ടിരിക്കുന്ന കുമാരന്മാർ, അവർ 6 ഋതുക്കളാണ്. ശരത്ത്, ഹേമന്തം, വസന്തം എന്നൊക്കെ പറയുന്ന ഋതുക്കളാണ്. ഇത് കഴിഞ്ഞ് അവിടെ 2 സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. കറുത്ത നൂലും വെളുത്ത നൂലും വായിക്കുന്നവർ. ഒരാൾ രാത്രിയാണ്, ഒരാൾ പകലാണ് എന്ന് പറഞ്ഞ കാലചക്രം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്നാണ്. ആ കുതിര അഗ്നിദേവനാണ്. കുതിര, ഈ അഗ്നിദേവനായ കുതിരയെയും കൊണ്ടുവന്ന കുതിരക്കാരൻ അത് ദേവേന്ദ്രനാണ്. ഈ ദേവേന്ദ്രൻ നിന്നെ സഹായിക്കുകയൊക്കെ ചെയ്തില്ലേ? പാതാളത്തിലേക്ക് പോകാൻ സഹായിച്ചു. അവിടെ ചെന്നിട്ട് കുതിരയുടെ മലദ്വാരത്തിലൂടെ ഊതി നാഗലോകത്തിന് തീപിടിപ്പിച്ച് തക്ഷകൻ വന്നിട്ടാണല്ലോ ഇത് കിട്ടിയത്. ആ കുതിര അഗ്നിദേവനാണ്. ആ കുതിരക്കാരൻ ദേവേന്ദ്രനാണ്. ദേവേന്ദ്രൻ എന്തുകൊണ്ടാണോ നിന്നെ സഹായിച്ചത്? ദേവേന്ദ്രനെ ഞാനും തമ്മിൽ സുഹൃത്തുക്കളാണ്. എൻ്റെ ഒരു ശിഷ്യൻ കഷ്ടപ്പെടുമ്പോൾ ദേവേന്ദ്രനെ സഹായിക്കാണ്ടിരിക്കുമോ? ഞങ്ങൾ തമ്മിൽ വലിയ കൂട്ടുകാരാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഉത്തങ്കൻ ഈ കഥയൊക്കെ കേട്ടപ്പോൾ വളരെ രസകരമായി തോന്നി. ഗുരുവിന് ഗുരുദക്ഷിണ കൊടുക്കാനായിട്ട് സഹായിച്ചതിൽ ദേവേന്ദ്രനോട് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് പറയണം എനിക്ക് വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചേച്ച് ഉത്തങ്കൻ ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് പോവുകയും ചെയ്തു. ഉത്തങ്കൻ്റെ ആ കഷ്ടപ്പാടും ഭക്തിയൊക്കെ ഗുരു ഒരുപാട് പ്രകീർത്തിച്ചുകൊണ്ടാണ് ഉത്തമൻ്റെ ആ ശ്രമം തനിക്ക് താൻ ആവശ്യപ്പെട്ട ഗുരുദക്ഷിണ തരാൻ വേണ്ടി ഉത്തങ്കൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഗുരുവിനത് മനസ്സിലായി. അതുകൊണ്ട് ഗുരു നന്നായി അനുഗ്രഹിച്ചു ഉത്തങ്കനെ. അങ്ങനെ ഉത്തങ്കൻ വീട്ടിലേക്കും പോയി കേട്ടോ. ഈ കഥ ഇന്നത്രയേ ഉള്ളൂ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. തക്ഷകനെ തോൽപ്പിച്ച ഉത്തങ്കൻ, അതാണ് ഈ കഥയുടെ പേര്.